ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുകയാണ്. ഏറ്റവും ഒടുവിൽ ഈശോ നമുക്ക് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു ഉപദേശമുണ്ട്. ഈശോ പറയുകയാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ ഒരു ലക്ഷ്യമായിട്ടൊക്കെ നമുക്ക് എഴുതി വെക്കാവുന്ന ഒരു വചനമാണ് അല്ലെ. എന്തൊക്കെ ചെയ്താലും ഈശോ പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകണം. നമ്മൾ എത്രയൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് ക്രെഡിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ എന്തൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും, നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ട ഒരു ലക്ഷ്യസ്ഥാനം ഈശോ ഫിക്സ് ചെയ്ത് തന്നിരിക്കുകയാണ് അല്ലെ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ ആ ഒരു പരിപൂർണതയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളും അതുപോലെ പരിപൂർണരാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് ഈശോ പറയുന്നത്. അതിനുള്ള വഴികളാണ് ഈശോ അതിനു മുമ്പ് പറയുന്നത്. നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് തന്നെയാണ് പത്രോസ്ലി എന്നത്തെ ലേഖനഭാഗത്തിൽ പറയുന്നത്. പത്രോസ്ലിയും ഈ പറയുന്ന പോലെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പത്രോസ്ലി പറയുന്ന മനോഹരമായിട്ടുള്ളൊരു വചനമാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എഴുതിയിടേണ്ട മനോഹരമായിട്ടുള്ള വചനം. പത്രോസ്ലി പറയുകയാണ്, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആ പുത്രന്മാരുടെ അവകാശം എന്താണ്? ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആ പുത്രന്മാർ എന്ത് ചെയ്യും? ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യും? ദൈവം എങ്ങനെയാണോ അതുപോലെ ആകാനായിട്ട് ശ്രമിക്കും. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശു നമ്മളോട് പറയുന്നത്. എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവം പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണതയിൽ എത്തിച്ചേരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾ പരിശ്രമിക്കണം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, ആഗ്രഹിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.